ഹലോ നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. കഴിഞ്ഞ ദിവസം ചെയ്തു നിർത്തിയൊരു വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ ജോബിൻ പാസ്റ്ററും ഫാമിലിയും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള 1-2 ദിവസത്തെ യാത്രയിൽ അവരും എന്നോടൊപ്പം ഉണ്ടാവും. ഇതാണ് ജോബിൻ പാസ്റ്റർ, വൈഫ് നിഷ, കുക്കുമോള്, അഭിമോള്. ഞങ്ങളുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നിഷയുടെ വല്യമ്മച്ചിയെ കാണാൻ പോകുക എന്നുള്ളതാണ്. കൊല്ലം ജില്ലയിൽ തന്നെ ശാസ്താംകോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുടെ വീട്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കുറേ പേര് എന്നെ വിളിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരു താങ്ക്സ് പറയുകയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതാ ഞങ്ങൾ നിഷയുടെ വല്യമ്മച്ചിയുടെ അടുത്തെത്തി. വല്യമ്മച്ചിക്ക് നിഷയും പേരക്കുട്ടികളെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമായി. അവിടെ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ക്രമീകരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞാവ ജോബിൻ പാസ്റ്ററിൻ്റെ മടിയിൽ ഒരു ഇരിപ്പിടം റെഡിയാക്കി. അവൾ ഭയങ്കര ഹാപ്പിയാണ്, കാഴ്ചകളൊക്കെ കണ്ട് രസിച്ചിരിക്കുകയാണ്. അവൾക്ക് എല്ലാവരും പരിചയക്കാരാണ് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കും ജോബിൻ പാസ്റ്ററിനും പുറത്തേക്കൊക്കെ ഒന്ന് നടക്കാൻ പോകാനൊരു മോഹം തോന്നിയത്. അങ്ങനെ ഞങ്ങൾ പതിയെ പുറത്തേക്ക് നടക്കാനായിട്ട് പോയി. ആ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വളരെ മനോഹരമായ സ്ഥലമാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കൊല്ലം മൺറോന്തുരുത്ത് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. മുമ്പിൽ കാണുന്നത് അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായൽ കടലിനോട് ചേരുന്ന ഒരു ഭാഗം കൂടിയാണിത്. തൊട്ട് ബാക്കിൽ റെയിൽവേ ട്രാക്കാണ്. നല്ല തിരക്കുള്ള ഒരു റെയിൽവേ പാത തന്നെയാണത്. ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ കുറേ ട്രെയിൻ പോയി. നല്ല തിരക്കുള്ളൊരു റെയിൽവേ പാതയാണെന്ന് മനസ്സിലായി. പിന്നെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ രസിച്ചിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് വിളി വരുന്നത്. ഫുഡ് റെഡിയായിട്ടുണ്ട്. ഫുഡ് റെഡിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ തന്നെ വീട്ടിലേക്ക് പാഞ്ഞെത്തി. എത്തിക്കഴിഞ്ഞ് നോക്കിയപ്പോഴിതാ കരിമീൻ പൊള്ളിച്ചത്, കൊഞ്ച് തീയൽ, ഞണ്ട് കറി, ചോറ്, ചക്ക വേവിച്ചത്, അങ്ങനെ ഇഷ്ടംപോലെ വിഭവങ്ങളാൽ ഒരു വലിയ സദ്യ തന്നെ അവർ ഒരുക്കി ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു. കഴിച്ചു, വയറ് നിറച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. വീണ്ടും ഞങ്ങൾ അടുത്ത വീഡിയോയുമായിട്ട് വരും. പുതിയ യാത്ര പ്ലാൻ ചെയ്ത് പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.